മഹാഭാരത യുദ്ധം എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അല്ലേ? അങ്ങനെ രാമായണവും മഹാഭാരതവും അതിനെക്കുറിച്ച് ഹിന്ദുക്കൾക്ക് മാത്രമല്ല കാരണം അറിയാവുന്നതല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല അതിനെക്കുറിച്ച് അറിയാവുന്നത്. കാരണം നമുക്ക് പഠിക്കാനുമൊക്കെ പല ക്ലാസ്സുകളിലും വന്നിട്ടുള്ളതാണ് അതിലെ ഓരോ കഥാസന്ദർഭങ്ങൾ. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കഥാപാത്രം എന്ന് ഞാൻ പറയാം, ഇപ്പോൾ ആൾ കർണനാണ്. അതിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ വളരെയധികം ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കർണനെയാണ് തോന്നുന്നത്. അർജുനൻ വലിയ യോദ്ധാവാണ് അല്ലേ? എങ്കിലും കൃഷ്ണൻ നമ്മുടെ സ്വന്തം ആളാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ കർണനെ പോലെ മറ്റാരുമില്ല. അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? സ്വന്തം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നമ്മുടെ കർണൻ. എങ്കിലും തൻ്റെ കഴിവിനാൽ ഉയരങ്ങൾ കീഴടക്കിയ ആളാണ്. അതുകൊണ്ട് മാത്രം തീരുന്നില്ല കർണൻ എന്നുള്ള വ്യക്തി. കർണനിൽ നിന്ന് മഹത്തായ കുറേ കാര്യങ്ങൾ കൂടി പഠിക്കുവാനുണ്ട്. അതിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ദാനശീലം അല്ലേ? തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ട് കൂടി ദാനം നൽകുവാനായിട്ട് തയ്യാറായ വ്യക്തിയാണ് കർണൻ അല്ലേ? കഥ നമുക്കറിയാവുന്നതാണ്. തൻ്റെ കവചകുണ്ഡലങ്ങൾ അതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത് ഭിക്ഷയായി അല്ലെങ്കിൽ ദാനമായി ചോദിച്ച ആളിന് കൊടുക്കുകയാണ്. അതിനു മുമ്പ് തന്നെ തൻ്റെ മാതാവ് വന്ന് ആവശ്യപ്പെടുന്നു പല കാര്യങ്ങൾ. അപ്പോഴെല്ലാം എല്ലാം സമ്മതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. നമ്മൾ പലരും പല കാര്യങ്ങളിലും മടി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് കർണനെ മാതൃകയാക്കിയെടുക്കാം. തന്നെ ഉപേക്ഷിച്ച അമ്മയെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് കാണണ്ട അല്ലേ? എപ്പോഴും ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. ഇവിടെ ഏറ്റവും വലിയ നിലയിൽ എത്തിപ്പെടേണ്ട ആളായിരുന്നു. പക്ഷേ അത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എത്തിപ്പെട്ടു. എങ്കിലും പലപ്പോഴും ഈ പരിഹാസം മൂലം ഒരുപാട് വേദനിച്ചിട്ടുള്ള വ്യക്തിയാണ് കർണൻ. തൻ്റെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞിട്ടും ദാനം ചെയ്യാനുള്ള കഴിവ് കാണിച്ചതാണ് കർണൻ്റെ ഏറ്റവും മഹത്വം അർഹിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ? ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് മിക്കവാറും എല്ലാവരും ഓരോ കാര്യങ്ങൾ ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ കർണനെ പോലെ കർണൻ മാത്രമല്ലേ ഉള്ളൂ. ശരിയല്ലേ?